നമുക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ സുന്നത്തും കഴിഞ്ഞ് ഒന്നുറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഉണന്നാ നിസ്കരിച്ച് നിൽക്കാനാണ് തഹജ്ജുദ് നിസ്കാരം. നമുക്ക് സുന്നത്താണ്. നബി തങ്ങൾക്ക് നിർബന്ധമാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. അതോ ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫർദ് നിസ്കാരം പിന്നെയാണ്. ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്. പിന്നെ ഇറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുസമ്മിലാണ്. അതിൽ തഹജ്ജുദ് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. അപ്പൊ നബി തങ്ങൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു. തഹജ്ജുദ് നബിക്ക് സുന്നത്തല്ല, നമ്മക്ക് സുന്നത്താണ്, നബി തങ്ങൾക്ക് നിർബന്ധമാണ്. ഇങ്ങനെ നബിന്റെ എല്ലാ പ്രത്യേകതയും പഠിച്ചാല് അങ്ങനെയാണെങ്കിൽ എന്നാ കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ പറയും. ഇത് നബി തങ്ങളുടെ 9 പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മാത്രം പഠിക്കുമ്പോ നമ്മക്കും തോന്നും വല്ലാത്തൊരു സംഭവമായല്ലോ. മിൻ ഖസായിസിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബി തങ്ങളുടെ 11 വിവാഹം. അതിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നേരത്തെ മരണപ്പെട്ടു. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തി. 9 ഭാര്യമാർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുമായുള്ള ജീവിതത്തെക്കുറിച്ച് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 20 വർഷത്തിന്റെ ശേഷമാണ്. മഴ പെയ്താലും ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ആയിഷ ബീവിനോട് സഹാബത്ത് ചോദിക്കാണ് നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു. അപ്പോൾ ആയിഷ ബീവി പറയുന്നു കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടെന്നറിയോ? നബി തങ്ങൾ വഫാത്തായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ഇനി നമ്മളതിന്റെ സ്ഥാനത്തും സങ്കല്പിച്ചു നോക്കാണ്. അള്ളാഹു നമ്മക്കൊക്കെ ദീർഘായുസ് തരട്ടെ. എങ്ങാനും മരണപ്പെട്ടിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യനോട് എങ്ങനെ ഉണ്ടായിരുന്നു മൂപ്പരും ചോദിച്ച എന്തേക്കാര അഭിപ്രായം? നബി തങ്ങളുടെ 9 ഭാര്യമാര് നബി തങ്ങൾ വഫാത്താവുമ്പോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് 9 സർട്ടിഫിക്കറ്റ് ആണ് സ്വഭാവത്തിന്റെ. നിങ്ങൾക്ക് മനസ്സിലാകണ്ട ഞാൻ പറഞ്ഞത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പെരുമാറിയ ആൾ ആരെന്നെ ഉണ്ടാവുള്ളൂ? മുഹമ്മദ് നബി ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ നല്ല സ്വഭാവത്തിൽ വേറെ ആൾക്ക് പെരുമാറാൻ കഴിയൂലല്ലോ. അതതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ അവിടെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അവിടുത്തെ അപ്പൊ ഇവിടുത്തെ അതേ ഭർത്താവാണ് സ്വർഗത്തിൽ, ഇവിടുത്തെ അതേ ഭാര്യയുമാണ്. പക്ഷേ ദുന്യാവിലെ എല്ലാ പ്രയാസങ്ങളും തീർക്കും. ദുനിയാവിൽ സ്വർഗത്തിൽ ആരും ദുസ്വഭാവികൾ ഉണ്ടാവില്ല. എല്ലാവർക്കും സൽസ്വഭാവമാണ്. എല്ലാവരും നല്ലവർക്ക് ചിരിച്ചു വർത്താനം പറഞ്ഞ് ഈറിയും പോരും ഗീബത്തും നമീമത്തും ഒന്നുമില്ല. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല് സ്വർഗത്തില് കൂടുന്ന ഭംഗിയാണ്, കുറയുന്ന ഭംഗിയല്ല. ദുന്യാവില് 18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 20 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല. 25 പിന്നെയും കുറയും, 30 പിന്നെയും കുറയും, 40 പറ്റ കുറയും, 50 പിന്നെ പറയണ്ടല്ലോ, 60 പിന്നെ പറയാതിരിക്കാനുള്ള നല്ലത്. അങ്ങനെ കുറയാണ് ചെയ്യാ. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിൽ കൂടുകയ്യ. ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്, ആഖിറത്തിൽ സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്. ഇന്നലത്തേക്കാൾ ഭംഗി ഇന്നുണ്ടായിരിക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രത്യേകത. അവ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവുമാണ്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സവാബ് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലാണ്. കുടുംബജീവിതത്തിലുള്ള ഓരോ കാര്യവും കുറെ ഹദീസ് ഞാൻ പറയാം. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അവന് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഏടിൽ എഴുതി വെക്കുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാല്
സയ്യിദു ശുഹദാഇ എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് വഹ്ശി എന്ന പേരായ ഒരാള് പിന്നിൽ നിന്ന് ചാട്ടുളി ഉറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു വീണപ്പോൾ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറി അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് കരള് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് വായയിലിട്ട് ചവച്ചു തുപ്പിയിട്ടാണ് വഫാത്തായത് ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഹംസന്റെ കൂലിയാണ്, 100 ഷഹീദിന്റെ കൂലിയാണ്. അതാണ് സംഗതി. ഒരു പെണ്ണ്, പക്ഷെ ഒരു നിബന്ധന, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം ചെയ്തതായിരിക്കണം എന്നതാണ് നിബന്ധന. അങ്ങനെ ഇതിലെ ഓരോ കാര്യങ്ങൾക്കും ഒരിക്കൽ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കളിച്ചാൽ അള്ളാഹു കൂലി നൽകുമോ എന്ന് ചോദിച്ചു. വെറുതെ അങ്ങനെ ഇരുന്നപ്പോ ഓളൊപ്പം അങ്ങനെ കളിച്ചു, അതിന് കൂലി ഇട്ടു ചോദിച്ചു. അതില് പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഉരുളക്ക് പോലും അള്ളാഹു നിനക്ക് കൂലി നൽകുന്നതാണ് എന്ന് പറഞ്ഞു.